എല്ലാവർക്കും PSC പോയിന്റിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കറുത്ത ഭട്ടേരി എന്ന് വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ ആര്? കറുത്ത ഭട്ടേരി എന്ന വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ ആര്? ആൻസർ വരുന്നത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ആര്? യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അടുത്ത ചോദ്യം നോക്കാം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. മംഗളോദയം. അടുത്തത് നോക്കാം. മംഗളോദയത്തിൻ്റെ ആദ്യ പത്രാധിപൻ. മംഗളോദയത്തിൻ്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു? ചെങ്ങമ്പുഴ. ആൻസർ വരുന്നത് ചെങ്ങമ്പുഴയാണ്. അടുത്തത് നോക്കാം. അവസാനത്തെ സ്മാർത്ത വിചാരണയ്ക്ക് ഇരയായ സ്ത്രീ. അവസാനത്തെ സ്മാർത്ത വിചാരണയ്ക്ക് ഇരയായ സ്ത്രീ കുറിയേടത്ത് താത്രിയാണ്. കുറിയേടത്ത് താത്രി. അടുത്തത് നോക്കാം. അവസാനത്തെ സ്മാർത്ത വിചാരണ എന്ന പുസ്തകം ആരുടേതാണ്? അവസാനത്തെ സ്മാർത്ത വിചാരണ എന്ന പുസ്തകം ആരുടേതാണ്? ആൻസർ വരുന്നത് AMN ചാക്യാറാണ്. AMN ചാക്യാർ. അടുത്തത് നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് എന്നാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് എന്നാണ്? ആൻസർ വരുന്നത് 1929 ഡിസംബർ 24 1929 ഡിസംബർ 24 അടുത്തത് നോക്കാം. 1929 രൂപീകരിക്കപ്പെട്ട അന്തർജന സമാജത്തിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? 1929 രൂപീകരിക്കപ്പെട്ട അന്തർജന സമാജത്തിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ വരുന്നത് പാർവതി നെന്മേനി മംഗലമാണ്. പാർവതി നെന്മേനി മംഗലം. അടുത്തത് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പണം ശേഖരിക്കാൻ വേണ്ടി VT ഭട്ടതിരിപ്പാട് നടത്തിയ യാചനയാത്ര എന്നായിരുന്നു യാചനയാത്ര? ആൻസർ വരുന്നത് 1931 യാചനയാത്ര. 10ാമത്തെ ചോദ്യം നോക്കാം. യാചനയാത്ര എത്ര ദിവസം ആണ് നീണ്ടുനിന്നത്? യാചനയാത്ര 38 ദിവസമാണ് നീണ്ടുനിന്നത്. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യ സമരം തുടങ്ങേണ്ടത് അന്തഃപുരങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരായിരുന്നു? ആൻസർ വരുന്നത് VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത ചോദ്യം നോക്കാം. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ആൻസർ വരുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. കുറുമ്പൻ ദൈവത്താൻ. അടുത്തത് നോക്കാം. ഹിന്ദു പുലയ സമാജം സ്ഥാപിതമായത് എപ്പോഴാണ്? ഹിന്ദു പുലയ സമാജം സ്ഥാപിതമായത് 1917 അടുത്തത് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ദേവമേള എന്ന് വിളിപ്പേരുള്ള പൂരം. ദേവമേള എന്ന് വിളിപ്പേരുള്ള പൂരം ഏതാണ്? ആറാട്ടുപുഴ പൂരമാണ് ദേവമേള എന്ന് വിളിപ്പേരുള്ള പൂരം. അടുത്തത് നോക്കാം. അച്ചിപ്പുടവ സമരം, മൂക്കുത്തി സമരം എന്നീ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അച്ചിപ്പുടവ സമരം, മൂക്കുത്തി സമരം എന്നീ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ വരുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് നേതൃത്വം നൽകിയ വ്യക്തി. അടുത്ത ചോദ്യം നോക്കാം. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ആൻസർ വരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അടുത്തത് നോക്കാം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെടുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെടുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ആൻസർ വരുന്നത് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ. അടുത്തത് നോക്കാം. വ്യാഴവട്ട സ്മരണകൾ ആരുടെ കൃതിയാണ്? വ്യാഴവട്ട സ്മരണകൾ ആരുടെ കൃതിയാണ്? ആൻസർ വരുന്നത് B കല്യാണിക്കുട്ടി അമ്മയാണ്. B കല്യാണിക്കുട്ടി അമ്മ. അടുത്തത് നോക്കാം. പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന കൃതി. പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനമാണ്. വൃത്താന്ത പത്രപ്രവർത്തനമാണ്
പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. അടുത്തത് നോക്കാം. സോക്രട്ടീസിനെയും ഗാന്ധിജിയെയും കുറിച്ച് ലേഖനങ്ങൾ എഴുതിയ നവോത്ഥാന നായകൻ. സോക്രട്ടീസിനെയും ഗാന്ധിജിയെയും കുറിച്ച് ലേഖനങ്ങൾ എഴുതിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? ആൻസർ വരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അടുത്തത് നോക്കാം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച നാടകം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച നാടകം നിഴലുകളാണ്. നിഴലുകൾ. അടുത്തത് നോക്കാം. ആനന്ദ മഹാസഭ സ്ഥാപിക്കപ്പെട്ടത് എന്ന്. ആനന്ദ മഹാസഭ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. ആൻസർ വരുന്നത് 1918. 1918. അടുത്തത് നോക്കാം. പുരുഷ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? പുരുഷ സിംഹം എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അടുത്തത് നോക്കാം. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥ ഏതാണ്? മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥ എൻ്റെ നാടുകടത്തലാണ്. എൻ്റെ നാടുകടത്തൽ. അടുത്തത് നോക്കാം. 1905 അഞ്ചുതെങ്ങിൽ നിന്നും ആരംഭിച്ച സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിൽ ആയിരുന്നു? 1905 അഞ്ചുതെങ്ങിൽ നിന്നും ആരംഭിച്ച സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലായിരുന്നു? ആൻസർ വരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം. ആൻസർ വരുന്നത് കാരാട്ട് ഗോവിന്ദ മേനോനാണ്. കാരാട്ട് ഗോവിന്ദ മേനോൻ. അടുത്തത് നോക്കാം. കൂടില്ല വീട് എന്നത് ഏത് നവോത്ഥാന നായകൻ്റെ തറവാട് വീടാണ്? കൂടില്ല വീട് എന്നത് ഏത് നവോത്ഥാന നായകൻ്റെ തറവാട് വീടാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ തറവാട് വീടാണ്. അടുത്തത് നോക്കാം. ശിവയോഗിയുടെ കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? ഗോവിന്ദൻ കുട്ടി എന്നതാണ് കുട്ടിക്കാലത്തെ ശിവയോഗിയുടെ പേര്. അടുത്തത് നോക്കാം. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിലെ ഭാസ്കരാചാര്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? കേരളത്തിലെ ഭാസ്കരാചാര്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അടുത്തത് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം എവിടെ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം കൊല്ലംകോടാണ്. കൊല്ലംകോട്. അടുത്തത് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് എന്ന്. ആൻസർ വരുന്നത് 1893. അടുത്തത് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതി ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതി. ആൻസർ വരുന്നത് കൂടല്ലൂർ ഭഗവതി സ്തുതിയാണ്. കൂടല്ലൂർ ഭഗവതി സ്തുതി. അടുത്തത് നോക്കാം. രാജാവായാലും രാജ്ഞിയായാലും കർമ്മിയായാലും പ്രവൃത്തിയെടുക്കണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരായിരുന്നു? രാജാവായാലും രാജ്ഞിയായാലും കർമ്മിയായാലും പ്രവൃത്തിയെടുക്കണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അടുത്തത് നോക്കാം. സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് എന്ന ശിവയോഗിയുടെ ജീവചരിത്രം രചിച്ചത് ആര്? സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് എന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവചരിത്രം രചിച്ചത് കെ ഭീമൻ നായരാണ്. കെ ഭീമൻ നായർ. ഇന്ന് നമ്മൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ നെക്സ്റ്റ് പുതിയ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം.